നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ സ്റ്റീരിയോ സെറ്റപ്പിൻ്റെ ഒരു എക്യുപ്മെൻറ്റ് വാക്ക് ത്രൂ ആണ്. ഓരോ എക്യുപ്മെൻറ്റ്സിൻ്റെയും ഡീറ്റെയിൽസും അതുപോലെ എത്രയാണ് ഓരോന്നിനും കോസ്റ്റ് വരുന്നത്, ബേസിക് കമ്പോണൻസ് എന്തെല്ലാമാണ് എന്നെല്ലാം ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എൻ്റെ മെയിൻ ലിസണിംഗ് റൂമിൽ ഇരിക്കുന്ന സിസ്റ്റം കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതൊരു മീഡിയം സെഗ്മെൻറ്റിൽ വരുന്ന ഒരു സിസ്റ്റമാണ്. ഏകദേശം 8 ലക്ഷം രൂപയോളമാണ് ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ, അതായത് MRP. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവരും ഇതിൻ്റെ ഫൈനൽ റേറ്റ് അറിയേണ്ടവർക്കും ഈ മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്പീക്കറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് പൈലോൺ എന്ന് പറഞ്ഞൊരു പോളണ്ട് ബ്രാൻഡിലെ ഡയമണ്ട് സീരീസിൽ വരുന്ന മോണിറ്റർ 18 എന്ന് പറഞ്ഞ ഒരു ബുക്ക് ഷെൽഫ് സ്പീക്കറാണ്. ഇതിൻ്റെ സ്പെഷ്യൽ ഡിസൈനാണ്. നിങ്ങൾ കാണുന്ന പോലെ ഒരു സ്ക്വയർ ഷേപ്പല്ല, ഇതിൻ്റെ ചെറിയൊരു ചെരിവുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ ടവർ സ്പീക്കറും എല്ലാം ഇതേ ഡിസൈൻ തന്നെയാണ്. അപ്പോൾ ഇത് പൈലോണിൻ്റെ ഒരു മിഡ് സെഗ്മെന്റിൽ വരുന്ന ഒരു സീരീസാണ് ഈ ഡയമണ്ട് സീരീസ് എന്ന് പറയുന്നത്. ഇവർക്ക് ഈ ഡയമണ്ട് സീരീസിൽ തന്നെ ഇതിൻ്റെ ടവർ സ്പീക്കേഴ്സും അവൈലബിൾ ആണ്. ചെറിയ റൂമിലേക്കൊക്കെ ആണെങ്കിൽ ബുക്ക് ഷെൽഫ് സ്പീക്കേഴ്സും അവൈലബിൾ ആണ്. ഇതൊരു 2-വേ സ്പീക്കറാണ്. ഇതിനൊരു ബേസ് ഡ്രൈവർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഹൈ ഫ്രീക്വൻസി ഡ്രൈവറും ഉണ്ട്. ഏകദേശം ഒരു യൂണിറ്റിന്റെ വെയിറ്റ് വരുന്നത് 10 കിലോളമാണ്. 80 വാട്ട്സ് ടു 160 വാട്ട്സ് ആണ് ഇതിന്റെ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി. 87 dB ആണ് ഈ സ്പീക്കറിന്റെ സെൻസിറ്റിവിറ്റി വരുന്നത്. അത്യാവശ്യം എഫിഷ്യൻസി ഉണ്ട് ഈ സ്പീക്കറിന്. 37 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഈ സ്പീക്കറിന്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ടേൺ ടേബിൾ ആണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ റെഗ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ടേൺ ടേബിൾ ആണ്. പ്ലാനാർ 6 എന്നാണ് മോഡൽ നെയിം. ഇത് റെഗയുടെ ഒരു മീഡിയം സെഗ്മെന്റിൽ വരുന്ന ഒരു മോഡൽ തന്നെയാണ്. പക്ഷേ ഇതിന്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ ND5 എന്ന് പറഞ്ഞൊരു കാട്രിഡ്ജും കൂടെ ഇതിന്റെ കൂടെ ബിൽഡിനായിട്ട് വരുന്നുണ്ട്. അതും വളരെ ഹൈ ക്വാളിറ്റി കാട്രിഡ്ജ് ആണ്. പിന്നെ പ്ലേറ്റർ വരുന്നത് ഫുള്ളി ഗ്ലാസ് ആണ്. ഡസ്റ്റ് കവർ അതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പിന്നെ പവർ സപ്ലൈ എക്സ്റ്റേണൽ പവർ സപ്ലൈ ആണ്. റെഗയുടെ തന്നെ നിയോ PSU സെപ്പറേറ്റ് ആയിട്ട് ഇതിന്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ റെഗ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒരു ബ്രിട്ടീഷ് ബ്രാൻഡാണ്. ബ്രാൻഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് പ്രൈസ് സെഗ്മെന്റിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്താലും അത് ആ കൊടുക്കുന്ന പൈസയ്ക്ക് അത്രയും വർത്തായിരിക്കും. അപ്പോൾ ഈ ഇരിക്കുന്നതാണ് നമ്മുടെ ഈ സ്റ്റീരിയോ സെറ്റപ്പിൽ വരുന്ന ഇന്റഗ്രേറ്റഡ് ആംപ്ലിഫയർ. ഇത് റെഗയുടെ LX Mark 4 എന്ന് പറഞ്ഞ മോഡൽ ആംപ്ലിഫയർ ആണ്. ഇതൊരു കംപ്ലീറ്റ്ലി ഇന്റഗ്രേറ്റഡ് ആംപ്ലിഫയർ ആണ്. ഇതിന് ഡിജിറ്റൽ ഇൻപുട്ട് സെക്ഷൻ ഉണ്ട്, ഒരു ബിൽറ്റ് ഇൻ DAC പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്ലാസ് AB പവർ ആംപ്ലിഫയർ സെക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. അതുപോലെ പറയേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം ഇതിന്റെ ബിൽഡാണ്. വളരെ ഹൈ ക്വാളിറ്റി ബിൽഡാണ്. പിന്നെ LX Mark 4ന്റെ മറ്റൊരു പ്രത്യേകത, ഇതിനകത്ത് ബിൽഡിനായിട്ടൊരു മൂവിംഗ് മാഗ്നറ്റ് ഫോണോ സ്റ്റേജും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ടേൺ ടേബിൾസ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. വേറെ അഡീഷണൽ ഒരു ഫോണോ സ്റ്റേജിന്റെ ആവശ്യമില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ടെലിയൂറിയം Q Blue 2 എന്ന് പറഞ്ഞ ഒരു സ്പീക്കർ കേബിൾ ആണ്. ഇതൊരു ഫ്ലാറ്റ് സ്പീക്കർ കേബിൾ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്പീക്കർ കേബിൾ ആണ്. അപ്പോൾ എൻ്റെ ഓരോ കമ്പോണൻസിന്റെ പ്രൈസിലോട്ട് വരുമ്പോൾ ഈ സ്പീക്കറിന് വരുന്നത് 3,75,000 ആണ് ഇന്ത്യയിലെ MRP. പ്ലാനാർ 6 ടേൺ ടേബിളിന് ഇൻക്ലൂഡിംഗ് ND5 കാട്രിഡ്ജ് 2,45,000 ആണ് MRP വരുന്നത്. അതുപോലെ നമ്മുടെ ഇന്റഗ്രേറ്റഡ് ആംപ്ലിഫയർ LX Mark 4ന് 1,85,000 ആണ് ഇന്ത്യയിലെ MRP. പിന്നെ നമ്മുടെ സ്പീക്കർ കേബിളിന് വരുന്നത് 18,500 ആണ് ഇന്ത്യയിലെ MRP വരുന്നത്. അപ്പോൾ എൻ്റെ കംപ്ലീറ്റ് സിസ്റ്റമായിട്ട് എടുക്കുമ്പോഴുള്ള ഫൈനൽ പ്രൈസും ഡീറ്റെയിൽസും അറിയണമെങ്കിൽ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ബൈ.